ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആർച്ചീസ് കുക്ക് വേൾഡ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കേക്കാണ്. ഓവൻ വേണ്ട, ബീറ്റർ വേണ്ട, ഇതൊന്നുമില്ലാതെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്ക്. സ്റ്റീംഡ് കേക്കാണ്, വാട്ടർമെലൺ സ്റ്റീംഡ് കേക്ക്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു ക്ലിക്ക് ഓൺ ദ നോട്ടിഫിക്കേഷൻ ബെൽ. 450 ഗ്രാം വാട്ടർമെലൺ എടുത്തിട്ടുണ്ട്. ഒരു മുട്ട. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടാം. 1 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇല്ലാത്തവർക്ക് സാധാ ഈസ്റ്റ് യൂസ് ചെയ്യാം. അതൊരു ചെറു ചൂട് വെള്ളത്തിൽ ഒരു നുള്ളു പഞ്ചസാര ഇട്ട് ഒരു 3 മിനിറ്റ് വെച്ചിരുന്നാൽ മതി, ഈസ്റ്റ് റെഡിയാവും. ഈസ്റ്റ് ഓപ്ഷണലാണ്. ഈസ്റ്റ് ഇല്ലാത്തവർക്ക് ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം. 2 കപ്പ് മൈദാമാവാണ് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ എണ്ണ, സൺഫ്ലവർ ഓയിൽ, ഒലിവ് ഓയിൽ, ഇത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ്. ആദ്യം തന്നെ എടുത്തു വച്ചിരിക്കുന്ന വാട്ടർമെലനും പഞ്ചസാരയും മുട്ടയും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതേപോലെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈസ്റ്റും ഉപ്പും എല്ലാം അതിലോട്ട് നല്ല രീതിയിൽ ചേർന്ന് കിട്ടുന്നവരെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ എടുത്ത് വെച്ചിരിക്കുന്ന മൈദാമാവ് ചേർത്ത് കൊടുത്ത് ഒരു തിക്ക് ബാറ്റർ തയ്യാറാക്കാം. ഇതേപോലെ നല്ലൊരു കട്ടി ബാറ്റർ തയ്യാറാക്കി എടുക്കുക. 2 കപ്പ് മൈദാമാവ് പോരാ എന്ന് തോന്നുന്നെങ്കിൽ അതിലേക്ക് കുറച്ചും കൂടി മൈദാമാവ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എത്രയാണോ ഇതേപോലത്തെ ഒരു തിക്നെസ്സിന് ബാറ്റർ തയ്യാറാക്കി എടുക്കുക. ഇനി ഒരു പാത്രത്തിൽ എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് തട്ടിക്കൊടുക്കാം. അതിൻ്റെ അകത്തുള്ള എയർ ബബിൾസ് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് തട്ടിക്കൊടുക്കുന്നത്. ഇനി ഇതൊരു അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്ത് കൊടുക്കാം. അലുമിനിയം ഫോയിൽ ഇല്ലെങ്കിൽ ഒരു ടവൽ വെച്ച് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുത്താലും മതി. അത് ചെയ്യുന്നത് അതിൻ്റെ ആ കേക്കിൻ്റെ മുകളിലോട്ട് ആവി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയൊരു ഫോർക്ക് വെച്ചിട്ട് അലുമിനിയം ഫോയിലിൽ ചെറുതായിട്ട് ഹോൾ ഇട്ട് കൊടുക്കാം. ആവി അതിൽ തങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇഡ്ഡലിയുടെ പാത്രമാണ്. അതിലോട്ട് ഈ ബാറ്റർ എടുത്ത് വെച്ച് കൊടുത്ത് അടച്ചു വെച്ച് കൊടുക്കാം. ഇതൊരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേകണം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കേക്ക് നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വെന്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കാം. ടൂത്ത് പിക്ക് ക്ലീനായിട്ട് വന്നാൽ അത് വെന്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാം. വാട്ടർമെലൺ സ്റ്റീം കേക്ക് തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്.